നെല്ല് സംഭരണ വിഷയം പഠിച്ച വി.കെ. ബേബി കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് കർഷക ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി. മഹേഷ്. സംസ്ഥാന സർക്കാർ നെൽകർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് ടി. മഹേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ നെൽകർഷകരുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് വി.കെ. ബേബി കമ്മിറ്റിയെ കുറിച്ച് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും ഒക്കെ കുറിച്ച് പഠനം നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രഥമദൃഷ്ട്യാ പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില വ്യവസ്ഥകൾ വീണ്ടും കർഷകർക്കൊരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന റിപ്പോർട്ടായി മാറുന്നുണ്ട്. ആ ആശങ്ക ധ്രുവീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാവുമെന്ന് തന്നെയാണ് യുവജനതാദളിൻ്റെ ഒരു പ്രതീക്ഷ. കർഷകർ സംഭരിക്കുന്ന നെല്ല് കൃത്യമായി സമയബന്ധിതമായി ശേഖരിക്കണം. ആ ശേഖരിച്ച നെല്ലിന് സമയബന്ധിതമായി തന്നെ പണവും നൽകണം. അതിനെവിടെയാണ് പ്രശ്നം എന്നതാണ് പ്രധാനമായിട്ടും വി.കെ. ബേബി കമ്മിറ്റി പരിശോധിച്ചത്. സംഭരിക്കുന്ന നെല്ലിന് ഇപ്പോൾ മുൻകാലങ്ങളിലേക്ക് പോലെ തന്നെ വീടുകളിൽ വന്ന് മില്ല് ഉടമകളും അതുപോലെ തന്നെ അവർ ഏർപ്പാടാക്കുന്ന ഏജന്റുമാർ വന്ന് നെല്ല് സംഭരിച്ചു പോകുന്നതാണ് കീഴ്വഴക്കം. പക്ഷേ ഈ റിപ്പോർട്ടിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സംഭരണ കേന്ദ്രം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ എല്ലാ പഞ്ചായത്തിലുമുള്ള സംഭരണ കേന്ദ്രത്തിൽ കർഷകർ അവരുടെ ചെലവിൽ ഈ നെല്ല് അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ കർഷകന് അത് ബാധ്യതയായി വരുന്നുണ്ട്. അധിക ചെലവ് കർഷകന് വരുന്നുണ്ട്. ആ പ്രശ്നവും കേരള സർക്കാരിൻ്റെ ഉപസമിതി പരിശോധിക്കുമെന്ന് തന്നെയാണ് യുവജനതാദൾ പ്രതീക്ഷിക്കുന്നത്. ബേബി കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ പലതും അപ്രായോഗികമാണ്. സംഭരണ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ നെല്ല് സംഭരണത്തിൽ ഇൻസെന്റീവ് ലഭിക്കാതാവുമെന്ന സംശയം ബലപ്പെടുന്നതാണ് വി.കെ. ബേബി കമ്മീഷൻ റിപ്പോർട്ട്. ബ്ലോക്ക് പരിധിയിൽ ഒരു സംഭരണ കേന്ദ്രം എന്നതും സംഭരണ കേന്ദ്രത്തിലേക്ക് കർഷകർ നെല്ല് എത്തിക്കണമെന്നതും കർഷകർക്ക് അധിക ബാധ്യതയുണ്ടാക്കും. യഥാസമയം നെല്ല് സംഭരണം, വില നൽകൽ തുടങ്ങിയവ കാര്യങ്ങളിൽ കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടില്ല. കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം കർഷകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണമെന്നും മഹേഷ് ആവശ്യപ്പെട്ടു. ജനതാദൾ ജില്ലാ സെക്രട്ടറി എം. ലെനിൻ, യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് പി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.